കണ്ണിന് കുളിർമയേകാൻ ഇത് ഈ ഒരു മല്ലികേനെ കഴിഞ്ഞിട്ടേ വേറെ എന്തോ ഉള്ളൂ കേട്ടോ. അത്രയും നല്ല ഭംഗിയാണ്. ഒരു രാവിലെ ഇളം വെയിലൊക്കെ ഈ മല്ലിക കാണാൻ നല്ല ഭംഗിയാണ്, സൂര്യപ്രകാശമൊക്കെ അടിച്ചിട്ട്. ഇപ്പം ഞാൻ മല്ലികേൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്നതല്ല. എൻ്റെ കൃഷിത്തോട്ടത്തിൽ കുറച്ച് ബീൻസ് ഉണ്ടായിട്ടുണ്ട്. ഇത് ഞാനിവിടെ മലാവിയിൽ നിന്ന് കുറച്ച് ബീൻസിൻ്റെ വിത്ത് മേടിച്ചുണ്ടാക്കിയതാണ് കേട്ടോ. പലതരം ബീൻസ് ഉണ്ട്. ഇതിങ്ങനെ പൊളിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുക. റെഡ് കളർ ഉണ്ട്, വൈറ്റ് കളർ ഉണ്ട്, പിന്നെ നമ്മൾ ഈ മാർബിളിൻ്റെ ഒക്കെ ഷേപ്പല്ല ഒരു ഡിസൈനിലൊക്കെ ഉള്ള ബീൻസുകളുണ്ട്. നമ്മുടെ നാട്ടിൽ രാജ്മ ബീൻസ് എന്നൊക്കെ പറയണേക്കാം. ഞാനേതായാലും ഇവിടെ വന്നിട്ട് അത് കാണാൻ തുടങ്ങിയതും ഉണ്ടാക്കാൻ തുടങ്ങിയതും കഴിക്കാൻ തുടങ്ങിയതും കേട്ടോ. മലാവിയിൽ ഇത് ഇവരിങ്ങനെ ഡ്രൈ ആക്കിയിട്ടാണ് വിൽക്കാറുള്ളത്. ഞാനിത് പച്ചയപ്പോൾ തന്നെ പറിച്ചെടുത്തു കേട്ടോ. എനിക്കിങ്ങനെ ഡ്രൈ ആയതൊന്നും വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് ബീൻസ് ഞാൻ പച്ചയ്ക്ക് തന്നെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഒരുപാടൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ നമുക്ക് ഒരു നേരത്തേക്കോ 2 നേരത്തേക്കോ തോരൻ വെക്കാനുള്ളത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരുപാട് മൂക്കാൻ വെക്കാറില്ല. ഇളമാവുമ്പോൾ തന്നെ പറിച്ചെടുക്കും. ആണെന്നുണ്ടെങ്കിലും, അതായത് വലിയ മൂക്കാത്തതാണെന്നുണ്ടെങ്കിലും ഈ ബീൻസിന് നല്ല വലിപ്പം ഉണ്ടാവും കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതേ കുറച്ച് മല്ലികേനെയൊക്കെ അവിടെ നോക്കി പരിപാലിച്ച് നിന്നു. അപ്പോഴത്തേക്കിനും ബീൻസൊക്കെ പറിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതേ അപ്പുറത്ത് കണ്ടില്ലേ, ഞാൻ കുറച്ച് ബീൻസിൻ്റെ കുരു എടുത്ത് വെച്ചിട്ടുള്ളത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. കണ്ടില്ലേ, പലതരത്തിലും ഞാൻ പറഞ്ഞല്ലോ, മാർബിളിൻ്റെ ഒക്കെ ഡിസൈനിൽ അല്ലെങ്കിൽ നമ്മുടെ ടൈൽസിൻ്റെ ഒക്കെ ഒരു ഡിസൈനിലുള്ള ബീൻസൊക്കെയാണിത്. അതുപോലെ പലതരത്തിനുണ്ട് കേട്ടോ. വെള്ള കളറുള്ള ബീൻസ് ഉണ്ട്, പിന്നെ പ്യുവർ റെഡ് കളറുള്ള ബീൻസ് ഉണ്ട്, പിന്നെ ലൈറ്റ് പിങ്ക് കളറുള്ള ബീൻസ് ഉണ്ട്. പലതരത്തിനും ഉണ്ട് കേട്ടോ. പിന്നെ ഗ്രേ കളറും ബ്ലാക്കൊക്കെ ഉണ്ട്. അതൊന്നും എൻ്റെ അടുത്തില്ല. ഇനി കിട്ടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ബീൻസിൻ്റെ ഹാർവെസ്റ്റിംഗ് ആയിരുന്നു. ഇതൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നല്ലൊരു ബീൻസ് മെഴുക്കുവരട്ടിയോ തോരനൊക്കെ ഉണ്ടാക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.